ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ BSS ഗുരുകുലത്തിലെ കുരുന്ന് കുട്ടികളുടെ ഒരു ഔട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ തൃശ്ശൂരുള്ള സുവോളജിക്കൽ പാർക്കിലാണ് പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെയാണ് ടീച്ചർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. Where are we going? Trip. We are going for a trip. Where? Which place? Do you have any idea? Zoo. Okay. We are going to zoological park where you will enjoy. You will see lot many animals. Yeah, very good. So many things you can see there. Okay. So today all of you must be happy. All of you should enjoy the trip. Okay? Understand all of you? So let's go, right? അങ്ങനെ ടീച്ചർമാരെല്ലാം കുട്ടികളെ വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 ബസ്സിലായിട്ട് 110ഓളം വിദ്യാർത്ഥികളുണ്ട്. ടീച്ചേഴ്സ് ഒരു 10 ടീച്ചേഴ്സും ഉണ്ട്, കൂടെ 3 ആയമാരും ഉണ്ട്. അങ്ങനെ ടീം സെറ്റാണ് പോകാൻ വേണ്ടി. സ്കൂളിൽ നിന്ന് ബസ് എടുത്തപ്പോൾ പാരൻസിന്റെ മുഖത്തേക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ കണ്ടു. എന്തായാലും ബസ്സിൽ കയറി വൈബ് വേറെ ആയിരുന്നു. ടീച്ചർമാരും പിള്ളേരും പിന്നെ ഡാൻസും പാട്ടും മേളമായിരുന്നു കേട്ടോ. ആ ഗംഭീരമായിട്ട് ആഘോഷിച്ചു തുടങ്ങി ഓരോരുത്തരും. വണ്ടിയിൽ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ ബ്ലൂടൂത്ത് സ്പീക്കറെ കൊണ്ടുവേണ്ടി വന്നിട്ടാ. എന്തായാലും അതെല്ലാം യൂസ്ഫുൾ ആയി, കാരണം കുട്ടികൾക്ക് ആഘോഷിക്കാൻ അത് കാരണമായി. യാത്ര തുടങ്ങി ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുതിരാൻ തുരങ്കം എത്തിയേ. തുരങ്കവാദിയിൽ കൂടെയുള്ള യാത്ര കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലും വീഡിയോ എടുക്കലൊക്കെ എല്ലാം തിരക്കിലായി. അങ്ങനെ നമ്മുടെ മറ്റൊരു വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അത് നമ്മുടെ ഷിമോഗ ഓടിക്കുന്ന വണ്ടിയാണ്, 13 നമ്പർ റൂട്ട്. അങ്ങനെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടിയോട് മാറി കയറിയിട്ടാ. അങ്ങനെ 2 വണ്ടിയിലും വേണം നമ്മുടെ സാന്നിധ്യം എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി മാറി കയറി. ഞാൻ ആ വീടിൻ്റെയും കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത്തവണ SLR ക്യാമറ എൻ്റെ കയ്യിലായിരുന്നു. സ്കൂളിലെ ക്യാമറ ഞാനാണ് കൈവച്ചത്. അതിന് അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളധികം കൈകാണ്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലോട്ട് നമ്മുടെ വണ്ടി എൻ്റർ ചെയ്യുകയാണ്. ഗംഭീരം. അവിടെ എത്തിയ പാടെ കുട്ടികളെ നമ്മൾ സെറ്റിലാക്കി. എന്നിട്ട് അവർക്ക് സ്നാക്സൊക്കെ കൊടുത്തോട്ടെ. അവർക്ക് ഓൾറെഡി ഞങ്ങൾ ഓറഞ്ചെല്ലാം കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്ത് കുട്ടികളെ നമ്മുടെ ഷിമോഗാട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയും. അങ്ങനെ ഓരോ ക്ലാസ് ടീച്ചേഴ്സും അവരുടെ മക്കൾക്ക് വേണ്ട സ്നാക്സും ഓറഞ്ചെല്ലാം കൊടുത്ത് അവരൊന്ന് കംഫർട്ടബിൾ ആക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. അങ്ങനെ പാർക്കിംഗ് ഏരിയ ഏതാണ്ട് 500 മീറ്റർ ഉള്ളിലോട്ടാണ് നമ്മുടെ എക്സാക്ട്ലി എൻ്റെ എൻട്രി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നടന്നങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തീരുമാനിച്ചു, ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ അവിടെ ഐ ലവ് സൂ എന്നൊരു ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടന്ന് ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പിയാണ്, അവരൊന്നും ടയർഡൊന്നുമല്ല. ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ചൂടില്ല, എന്നാൽ വലിയ തണുപ്പില്ല, എന്നാൽ ഒക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് തന്നെ ആയിരുന്നു എന്ന്. അത് താങ്ക് ഗോഡ്. അങ്ങനെ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു പൂള് പോലെ വെള്ളം നിർത്തിയിട്ട് കാണാം. അവിടെ ചെടിയൊക്കെ വെക്കുമായിരിക്കും, അതിനകത്ത് മീനൊക്കെ ഉണ്ടാകുമെന്ന് ചോദിക്കും. അങ്ങനെ അകത്തോട്ട് കയറി ഉടനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പോൾ സംഭവം നല്ല വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും ആക്റ്റീവായിട്ടില്ല ഇപ്പോൾ, കാരണം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ള. കുട്ടികൾക്കും അതുപോലെ സ്കൂൾ കുട്ടികൾക്കെല്ലാം മാത്രമേ ഇപ്പോൾ അലൗഡ് ഉള്ളൂ. ഇപ്പോൾ എന്തായാലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കട്ടെ, ഗംഭീരമായിട്ട് നടക്കുമ്പോൾ കയറി ചെന്ന് പറഞ്ഞാൽ വാഷ്റൂം സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല വലിയ നമുക്ക് ഏരിയാസ് ഉണ്ട് അതിനകത്ത് തന്നെ. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആകാൻ പറ്റും. റഷൊന്നും ആകാൻ ചാൻസ് ഇല്ല. ഒരേ സമയത്ത് ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കാനുള്ള വലിപ്പത്തിലാണ് അതിൻ്റെ എൻട്രി ഒക്കെ കാണിക്കുന്നത്. സംഭവം ഉഷാർ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഉദ്യോഗസ്ഥൻ വന്ന് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശം തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ആ ഇൻസ്ട്രക്ഷനെ കേട്ട ശേഷം ഒരു ഗൈഡിൻ്റെ കൂടെ ഉള്ളിലോട്ട് പോകുകയാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇത് കയറി ചെന്ന പാട് നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റാണ്. ഇത് ചെടി വെച്ച് തന്നെ സുവോളജിക്കൽ പാർക്ക് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അത് അവിടെ ഒരു ക്രോക്കഡൈൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചത് കുട്ടികൾക്ക് അങ്ങനെ കയറി ചെന്ന അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണത്. ഓക്കെ, സെറ്റ്. അങ്ങനെ കുട്ടികളൊക്കെ അത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ നമ്മുടെ ഓരോ ബാച്ചായിട്ട് കുട്ടികളിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന കുറേ പക്ഷികളൊക്കെ ആയിരുന്നു. മയിൽ, അതുപോലെ തന്നെ വേറെ പലതരത്തിലുള്ള കുറേ പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണട്ടോ. സംഭവം ഉഷാറല്ലേ. കുട്ടികൾക്ക് ഭയങ്കര രസമാണ് കാണുമ്പോൾ. അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അതിൻ്റെ ഓരോ മൂവ്മെൻറ്റൊക്കെ കാണുമ്പോഴേ. അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് കണ്ട് മുന്നോട്ട് പോകണേ. സംഭവം എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതിന് വെക്കേഷനൊക്കെ ആണെങ്കിൽ പോലും അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് വന്ന് കാണാൻ പറ്റുന്നൊരു ആയിട്ട് തന്നെയാണ്. പിന്നെ കുറേ മാനിനെ കാണാൻ പറ്റിട്ടോ. അത് മാനൊക്കെ ദൂരെ നിന്ന് മെയ്യുണ്ട്. ടീച്ചർമാരും കുട്ടികളൊക്കെ അത് നോക്കുന്നുണ്ട്. ഇത് മറ്റൊരു പ്രത്യേകിച്ച് ഏതാണ്ട് 350 ഏക്കർ മേലെ സ്ഥലമുണ്ട്. ഇതങ്ങനെ എന്താ പറയുക, ആ ഒരു വനത്തിൻ്റെ അതേ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ സൂവിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ. അത് എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അറിയോ, എല്ലാ മൃഗങ്ങൾക്കും അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടോ. സംഭവം സൂ ആണെങ്കിൽ പോലും സാധാരണ ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന രീതിയിലെല്ലാം തന്നെ അവർക്ക് നല്ല സ്പേസ് ഉണ്ട്. മൃഗങ്ങൾക്ക് തന്നെ അത്യാവശ്യം സുഖമായിട്ട് സഞ്ചരിക്കാനുള്ള സ്പേസ് അതിനകത്ത് കണ്ടിട്ടുണ്ട് അവർ. അന്നേരം സംഭവം ഉഷാറായിട്ടുണ്ട്.
വർഷം ഒരുപാട് നടക്കാനുണ്ട്. കുട്ടികളായതുകൊണ്ട് പോലും അത് ഭയങ്കര സൂപ്പറായി നടന്നു കേട്ടോ. ഒന്നും പറയാനില്ല, ടയേർഡൊന്നും ആകാണ്ട് കുട്ടികൾ. എന്നിട്ട് 3 മണിക്കൂറോളം നമുക്ക് ഫുള്ള് നടന്ന് കാണാൻ മാത്രം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പക്ഷെ അത് റെസ്റ്റിംഗ് പോയിൻ്റാണ് ഇവിടെ നമുക്ക് വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ പോയി ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ റെസ്റ്റൊക്കെ വിചാരിച്ചു. കാരണം കുട്ടികളാരും ടയേർഡല്ല, അവർ ഭയങ്കര എനർജിയാണ് നമ്മളെക്കാളും. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വീണ്ടും നടന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് മന്ത് ജനുവരി ലാസ്റ്റോട് കൂടിയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഫുള്ളായിട്ട് ആകുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും വരേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്ന സംഭവമാണ് അടിപൊളി ഐറ്റംസ് കണ്ടോ. യെസ്, ടൈഗർ ചന്തു എന്നവൻ്റെ പേര്. ഏതാണ്ട് 15 വയസ്സ് പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. ഒരു ശാന്ത സ്വഭാവക്കാരനാണ് ആൾ. നല്ല തീറ്റയൊക്കെ എടുത്ത ശേഷം ജസ്റ്റ് വാക്കിങ്ങിലാണ് ആശാൻ. ഗംഭീരമായിട്ടോ, എന്തൊരു പ്രൗഢ ഗംഭീരമായിട്ട് കണ്ട. ചന്തുവിനെ കണ്ടപ്പോഴത്തേക്കും കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. സംഭവം ഉഷാറായിട്ടുണ്ട്. എന്താ പറയുക, അവൻ്റെ ഒരു നടത്തവും എല്ലാം കണ്ട് നമുക്കെല്ലാം കാണുന്ന രീതിയിലായിട്ട് അവനൊരു നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നി. ഗംഭീരമായിട്ട് എന്തായാലും അങ്ങനെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികളുടെ സൗണ്ടൊക്കെ ആയിട്ട് തലവെക്ക് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ചന്തു. അവൻ നോ മൈൻഡ്, നോ പ്രോബ്ലം. അങ്ങനെ എല്ലാ കുട്ടികളും കണ്ടിടയ്ക്ക് തലവെക്ക് നോക്കി ആശാൻ നല്ല സെറ്റായി അങ്ങ് നടക്കുകയാണ് കേട്ടോ. ഏതാണ്ട് ഞങ്ങൾ 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ കൂട്, ഇതാണ് അവൻ്റെ ഷെൽട്ടർ. സംഭവം അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അവൻ ഇറങ്ങി വരാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫുഡൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് ഗംഭീരമാണ്. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് കടന്നു. അപ്പോൾ അവിടെ കുറച്ച് കാട്ടുപോത്തുണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. പക്ഷെ അവിടെ വ്യക്തമായി കാണാൻ പറ്റിയില്ല, കാരണം എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ കുരങ്ങന്മാർ പോയി. ആശാന്മാർ ഇവിടെ ഭയങ്കര പുല്ല് തീറ്റയ്ക്ക് കേട്ടോ. അപ്പോൾ ചോദിച്ച് മേടിക്കും. അപ്പോൾ നമ്മുടെ ഗൈഡ് എടുത്ത് കൊടുക്കുന്ന പുല്ലൊക്കെ ആശാൻ മേടിച്ച് കഴിക്കുന്നുണ്ട്. അവരെന്ന് അത്യാവശ്യം നിറയെ മങ്കീസിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ക്ലീൻ ആക്കിയിട്ട്. പിന്നെ വീണ്ടും ഞങ്ങൾ നടന്നാണ്ട് അത് റിട്ടേൺ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തിരിച്ച് പോകാൻ വേണ്ടി പോയി ഒരു വുഡൻ ബ്രിഡ്ജ് പോലെ സെറ്റപ്പ് കേട്ടോ. അത് കൊള്ളായിരുന്നു. ഒരു ചെറിയൊരു റിവർ പോലെ അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഒരു വുഡൻ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക മേക്കിംഗ് കേട്ടോ. അത് ഗംഭീരമായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സുവോളജിക്കൽ പാർക്ക് അടിപൊളിയായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. എന്തായാലും നന്നായി. എന്നാൽ ഈ കുട്ടികളൊക്കെ നടന്ന് തിരിച്ച് അത്യാവശ്യം എല്ലാവരും വിശന്ന് തുടങ്ങിയിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒത്തിരി നടക്കാനുണ്ട്. തിരിച്ചിറങ്ങി വരെ കയറിയ ആവേശം തിരിച്ചുണ്ടാവില്ലല്ലോ. എന്തായാലും ആശാന്മാരൊക്കെ നടന്ന് കൂളായിട്ട് സൂപ്പറായിട്ട് ഒരു കുഞ്ഞു ബാഗ് നോക്കി നന്നായിട്ടില്ലേ, അടിപൊളി. അതിൻ്റെ കണ്ണൊക്കെ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നേ, കണ്ണും കൈയൊക്കെ ആക്കി വീശി നടക്കുന്നത്. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ എൻട്രി പോയിന്റിലോട്ട് എത്തിയിട്ടോ. ചെടി കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത് ജുവോളജിക്കൽ പാർക്ക് പുത്തൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം. എന്തായാലും വേനൽക്കാലമായതാണെങ്കിൽ പോലും നല്ല പച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അകത്ത് കയറി നമ്മൾ കുട്ടികളൊക്കെ സ്നാക്സ് കഴിച്ചു തുടങ്ങി. അപ്പോൾ അവർ കൊണ്ടുവന്ന ഫുഡ് എല്ലാം കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാവും അടുത്ത യാത്ര. തിരിച്ചുള്ള യാത്ര ഇനിയിപ്പോൾ ചേച്ചിമാരെല്ലാം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ടിഫിൻ ബോക്സ് തുറക്കാനും വെള്ളം കുടിക്കാനും അത്യാവശ്യം നല്ല സ്പേസ് കൊണ്ടുവരാൻ എല്ലാം അവരിരുന്ന് കൂട്ടത്തോടെ ഫ്രണ്ട്സൊക്കെ എൻജോയ് ചെയ്ത് ഓരോ ക്ലാസ്സും കുട്ടികൾ കഴിച്ചു തുടങ്ങി കേട്ടോ. പിന്നെ കഴിച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് സ്കൂളിലോട്ടുള്ള യാത്ര. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടായി ഗംഭീരം. അപ്പോൾ കുറേ പേര് എൻ്റെ കയ്യിൽ സാറിന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ക്യാമറ എടുത്ത ഫോട്ടോസ് മൊത്തം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അറിയോ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതുകൂടി എന്തെങ്കിലും കംപ്ലീറ്റ് ആവണമെന്ന് തോന്നിപ്പോൾ അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസ് കൂടി ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫോണിലെടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ SLR ക്യാമറയിലെടുത്ത ഫോട്ടോസ് കൂടി ഞാൻ ബാക്കിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ച് യാത്രയായി വീണ്ടും ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് എൻജോയ്മെൻറ്റും കളിയും ചിരിയായി. അങ്ങനെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായിട്ടപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികൾ വണ്ടി യാത്രയാക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ ഞാനെടുത്ത ഫോട്ടോസ് ഉണ്ട്, അതുപോലെ ടീച്ചേഴ്സ് എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു എന്താ പറയുക ട്രിപ്പിനെ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ കോർഡിനേറ്റിനൊക്കെ ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പൽസർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കൊടുക്കുക. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ, നല്ല നല്ല കാഴ്ചകൾ കൊടുക്കുക, നല്ല അനുഭവങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ യാത്രകൾ കൊടുക്കുക. അതൊക്കെ അവർ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ഞങ്ങൾ ഈ ഒരു യാത്ര വിജയിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു മൈ ഡിയേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫോട്ടോസ് ആവശ്യമുള്ളവർ നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ സീനിയർ സാറിനോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിനെ ചോദിച്ചാൽ ഈ ഫോട്ടോസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ട്രിപ്പ് പോയത് എക്സാക്ട്ലി 23-ാം തീയതി ആയിരുന്നു. നമ്മൾ ക്രിസ്മസ് വെക്കേഷന് പോകുന്ന മുന്നോടിയായിരുന്നു കുട്ടികൾക്കുമായിട്ട് ഈ ട്രിപ്പ് പോയത്. അപ്പോൾ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന 1 വീക്ക് ടൈം എടുത്തു, സോറി ഫോർ ദാറ്റ്. എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും മനസ്സിലാക്കും. കുറച്ച് വേറെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു മിസ്സായി, കുറച്ച് എഡിറ്റിംഗ് നടക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും
ഈ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുക വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ കേട്ടോ നമ്മുടെ പറയാൻ പറ്റുന്ന 2 വിട്ടുപോയുണ്ട്. ഒന്ന് നമ്മുടെ 2 ഡ്രൈവേഴ്സ് ഇട്ടാ, ഒന്ന് വിജയേട്ടനും പിന്നെ ഒന്ന് ശുഭോദരനും. ഈ 2 പേര് നമ്മുടെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യത്തിലായിക്കോട്ടെ നമ്മളെ സേഫായിട്ട് കൊണ്ടെത്തിക്കാനും ബാക്കി എല്ലാ കാര്യത്തിനും കൂടെ നിന്നായിട്ട് നമ്മുടെ ഡ്രൈവേഴ്സ് ചേട്ടന്മാർ 2 പേരും. അപ്പോൾ താങ്ക് യു വിജയേട്ടാ ആൻഡ് ശുഭോട്ടാ. അങ്ങനെ വീണ്ടും എല്ലാവരെയും വിട്ടുപോയിട്ട് ക്ഷമിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ എവ്രി വൺ. പാരൻസിൻ്റെ കോപ്പറേഷൻ ഒന്നും പറയാനുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്തിന് രാവിലെ പാരൻസ് കൊണ്ടുപോയി വിടലും, അപ്പോൾ അവിടെ എല്ലാം കൊണ്ടും നമ്മുടെ സ്കൂൾ വൻ വിജയമായി. കാരണം ഈ ട്രിപ്പിന് ചുക്കാൻ പിടിച്ച എല്ലാവരും തന്നെ, പാരൻസും കുട്ടികളും ടീച്ചേഴ്സും എല്ലാം അപ്പോൾ ഹാപ്പി ആയിട്ട് ഈ ട്രിപ്പ് അതിൻ്റെ ഒക്കെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.